ഇന്നലെ ചാനലുകളിൽ ഒരു അനാവശ്യ വിവാദ, അനാവശ്യ വാർത്ത, യാതൊരു സെൻസും ഇല്ലാത്തൊരു ചർച്ചയാണ് ഇന്നലെ നടന്നത്. പല ചാനലുകളിലും സോഷ്യൽ മീഡിയയിലും അങ്ങനെ ഒരു സെൻസ് ഇല്ലാത്ത ചർച്ചയാണ് നടക്കുന്നത്. വിഷയം മറ്റൊന്നുമല്ല, BD സതീശൻ, വടശ്ശേരിക്കര ദാമോദരൻ മേനോൻ സതീശൻ, ഇതാണ് BD സതീശൻ എന്നതിൻ്റെ ഫുൾ നെയിം. അദ്ദേഹം വായിച്ചപ്പോൾ, ഈ സത്യപ്രതിജ്ഞയ്ക്ക് വായിച്ചപ്പോൾ വടശ്ശേരിക്കര ദാമോദരൻ മേനോൻ സതീശൻ എന്ന് വായിച്ചു, ഞാൻ എന്ന് വായിച്ചു. എന്തിനാണ് ഇപ്പോഴും മേനോൻ എന്ന വാക്ക് പറയുന്നത്? ഇതാണ് തർക്ക വിഷയം. തർക്കിക്കുന്നവർക്ക് ഇതിനകത്ത് കോൺഗ്രസിൻ്റെ തന്നെ ചില നേതാക്കൾ സോഷ്യൽ മീഡിയയിൽ അതിനെതിരെ പ്രതികരിച്ചു, അതിനെ അനുകൂലിച്ചുകൊണ്ട് ചിലർ വന്നു. വലിയ തർക്കം നടന്നു, ചാനലുകളിൽ വലിയ ചർച്ച നടന്നു. പക്ഷെ എന്തിനാണ് ഈ അനാവശ്യമായൊരു ചർച്ച? നെഗ്ലക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ, ഇഗ്നോർ ചെയ്യേണ്ട കാര്യങ്ങൾ ഇഗ്നോർ ചെയ്യല്ലേ ചെയ്യേണ്ടത്, അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങൾ. ഞാനിത് പറയാൻ കാരണം, BD സതീശനിലെ വടശ്ശേരിക്കര സ്ഥലപ്പേര് ദാമോദര മേനോൻ അച്ഛൻ്റെ പേരാണ്. പാസ്പോർട്ട് നമ്മൾ എഴുതുമ്പോൾ എൻ്റെ അച്ഛൻ്റെ പേരോടൊപ്പം പിള്ള എന്നൊരു പേര് കൂടി ഉണ്ട്. VN പിള്ള, മകൻ സുഭാഷ് ചന്ദ്രബോസാണ്. പഴയ കാലത്ത്, അതായത് BD സതീശൻ അവർക്ക് തന്നെ 62 വയസ്സായി. അപ്പോൾ അദ്ദേഹത്തിന് അച്ഛൻ എന്ന് പറയുമ്പോൾ എത്ര വയസ്സായിരിക്കും? എന്തായാലും 80 വയസ്സ് കഴിയുന്ന ഒരാളായിരിക്കുമല്ലോ. അപ്പോൾ 80 വർഷം മുമ്പ് അവരുടെ അച്ഛനും അമ്മയും ഇട്ടൊരു പേര് എത്ര രസകരമാണെന്നല്ലോ ചോദിച്ചു. ആ പേരിൽ അന്ന് നായർ, നമ്പൂതിരി, മേനോൻ, പോറ്റി, പിള്ള, പണിക്കർ, ഇങ്ങനെയൊക്കെ പേരിൻ്റെ കൂടെ പേരാണത്. വിദ്യ പണിക്കർ, രമ്യ പണിക്കർ, അത് പേരാണ്. അതൊറ്റ സംശയമാണ്, അത് മുറിച്ച് പറയാറില്ല ആരും, ഒരാൾ മുറിച്ച് പറയാറില്ല. അച്ഛൻ്റെ പേരിന് മാറ്റണമെന്നാണോ? ദാമോദരൻ മേനോൻ എന്നുള്ള പേര് മാറ്റി ദാമോദരൻ ആക്കണമെന്നാണോ ഈ ചർച്ച എന്നോട് ഉദ്ദേശിക്കുന്നത്? MD വാസുദേവൻ നായരുടെ മകൻ മന്ത്രിയായാൽ എന്തായിരിക്കും വായിക്കുന്നത്? MD വാസുദേവൻ നായരുടെ മകനായ ഞാനെന്നല്ലേ വായിക്കുള്ളൂ, അല്ല നായർ വെട്ടി MD വാസുദേവൻ്റെ എന്ന് വായിക്കൂ. ONV കുറുപ്പ് അങ്ങനെയല്ലേ വായിക്കാൻ പറ്റത്തുള്ളൂ. P ഗോവിന്ദപിള്ളയുടെ മകൻ അല്ലെങ്കിൽ മകൾ, ഞാൻ ഓരോ പാർട്ടിയിലെ പറയുന്നതാണ്. പേരിൻ്റെ കൂടെ ആർക്കെങ്കിലും പേരിൻ്റെ കൂടെ അവരുടെ ജാതി പറയുന്നൊരു വാക്കും കൂടെ ഉണ്ട്. അത് പേരിൽ വന്നു കഴിയുമ്പോൾ അത് ജാതിക്കപ്പുറമുള്ള പേരായി കഴിയും. അവിടെ ഇതൊരു കോമൺ സെൻസാണ്. ആ പേരിന് നമുക്ക് മുറിക്കാൻ പറ്റും. പാസ്പോർട്ടിൽ ചെന്നിട്ട് ഇപ്പോൾ ദാമോദര മേനോൻ എന്നുള്ള പേര് കൊടുക്കുമ്പോൾ, ആ ഒരു ഡോക്യുമെൻ്റ് കൊടുക്കുമ്പോൾ, ഞാൻ ജാതിക്കൊക്കെ എതിരായിട്ട് ചിന്തിക്കുന്ന ആളാണ്, അതുകൊണ്ട് എൻ്റെ അച്ഛൻ്റെ പേരിൻ്റെ മേനോൻ വേണ്ട. പറ്റൂ. ഡ്രൈവിംഗ് ലൈസൻസ് അപ്ലൈ ചെയ്യുമ്പോൾ ഫുൾ നെയിം എഴുതേണ്ടി വരുന്ന സാഹചര്യത്തിൽ അങ്ങനെ ഫുൾ നെയിം എഴുതത്തില്ല, അവിടെ അങ്ങനെയല്ലേ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. സർക്കാരിൻ്റെ എല്ലാ രേഖകളിലും അങ്ങനെയല്ലേ കൊടുക്കുന്നത്. അപ്പോൾ ഗവർണറുടെ അവിടെ പേര് കൊടുക്കുമ്പോൾ, മുഖ്യമന്ത്രിയുടെ പേര് കൊടുക്കുമ്പോൾ അവിടെ എഴുതി കൊടുത്ത പേരാണ്, ഫുൾ നെയിമാണ് എഴുതി കൊടുത്തത്. അങ്ങനെയല്ലേ പറ്റുകയുള്ളൂ. അങ്ങനെ ഫുൾ നെയിം എഴുതി കൊടുക്കുമ്പോൾ ആ ഫുൾ നെയിം വായിക്കണ്ടേ? അതല്ല, അത് വായിക്കണ്ടേ? ഇതൊരു സാമാന്യ ബോധത്തിൻ്റെയും സാമാന്യ യുക്തിയുടെ പ്രവൃത്തിയല്ലേ? അതും ആരെയാണ് ചോദ്യം ചെയ്തത്? അതാണ് തമാശ. ചോദ്യം ചെയ്തത് ആരാണ്? BD സതീശനെയാണ് ചോദ്യം ചെയ്തത്. ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു നേതാക്കൾക്ക് BD സതീശനെ ഈ കാര്യത്തിൽ ഒറ്റപ്പെടുത്താനോ തെറി പറയാനോ കഴിയും? ഞാൻ മുഖ്യമന്ത്രിക്ക് അനുകൂലമായി പറയുന്നതൊന്നുമല്ല കേട്ടോ, രാഷ്ട്രീയം പറയുന്നതല്ല. അങ്ങനെ കഴിയുമോ? കാരണം വെള്ളാപ്പള്ളി നടേശൻ എന്തൊക്കെയാണ് സതീശനെ പറഞ്ഞത്, BD സതീശനെ, മുഖ്യമന്ത്രിയെ? ഏതെങ്കിലും തരത്തിൽ അദ്ദേഹം മറുപടി പറഞ്ഞോ? NSSൻ്റെ സുകുമാരൻ നായർ എന്തെല്ലാം പറഞ്ഞു? BD സതീശൻ മുഖ്യമന്ത്രി ആകാതിരിക്കാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ കാണിച്ചു? അപ്പോഴും പറഞ്ഞെന്താണ്? ജാതിമത വർഗ സംഘടനകളുടെ, രാഷ്ട്രീയ പാർട്ടികളുടെയാണ്. ഇപ്പം NSSന് രാഷ്ട്രീയ പാർട്ടി ഉണ്ടായിരുന്നു പണ്ട്, NDP, അതൊക്കെ. SNDPക്ക് രാഷ്ട്രീയ പാർട്ടി ഉണ്ടെങ്കിലും ഓക്കെ. ലീഗിന് ഒരു രാഷ്ട്രീയ പാർട്ടിയുണ്ട്, അതാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, അവരുമായി സഖ്യകക്ഷിയുമാണ്. അതിനെല്ലാം അപ്പുറമുള്ള ഏതെങ്കിലും ജാതിമത വർഗീയ സംഘടനകളുമായി ഞാൻ സന്ധി ചെയ്തിട്ടില്ല. അങ്ങനെ സന്ധി ചെയ്ത് വോട്ട് വേണ്ട. തോറ്റുപോയാലും അധികാരത്തിൽ വന്നാലും വന്നില്ലെങ്കിലും അങ്ങനെ ഒരു സന്ധിയില്ല എന്ന് പച്ചയ്ക്ക് പറഞ്ഞ ആളാണ്.
എത്ര നേതാക്കൾക്ക് അതിന് കഴിയും? അങ്ങനെ പറഞ്ഞാൽ സംഘടിതമായി മതസംഘടനകൾ തോൽപ്പിക്കും. NSS വിചാരിച്ചാൽ, SMDP ഒക്കെ വിചാരിച്ചാൽ, ചിലപ്പോൾ എല്ലാവരും കൂടി, ആ നായർ കമ്മ്യൂണിറ്റിയിലെ, ഈഴവ കമ്മ്യൂണിറ്റിയിലെ എല്ലാവരും കൂടി വിചാരിച്ചാൽ, നേതാക്കന്മാരുടെ, അവരുടെ SNDPയുടെ, വെള്ളാപ്പള്ളി നടേശൻ്റെയും സുകുമാരനാരുടെയും വാക്കുകൾ കേട്ടുകൊണ്ട് അണികൾ പ്രവർത്തിച്ചാൽ, അങ്ങനെയൊന്നുമില്ല, അത് വേറെ കാര്യം, പ്രവർത്തിച്ചാൽ വി ഡി സതീശൻ തോറ്റുപോകും. പരവൂരിൽ ആദ്യ റൗണ്ട് വോട്ടെണ്ണിയപ്പോൾ അദ്ദേഹം ഏണസ്റ്റ് ആയിരുന്നു മുന്നിൽ, അദ്ദേഹം പിറകിലായിരുന്നു ഒറ്റ റൗണ്ടിൽ, പിന്നെ മുന്നിൽ വന്നു. എന്താണ് സംഭവിക്കുന്നത്? അപ്പൊ അച്ഛൻ്റെ പേര് വായിക്കുമ്പോൾ ഞാൻ പറഞ്ഞ കുറുപ്പ്, പിള്ള, പിന്നെ പണിക്കർ, പിന്നെ അതുപോലെ തന്നെ നായർ, നമ്പൂതിരി, മേനോൻ, ഇതൊക്കെ ഒരു കാലഘട്ടത്തിൽ അവരുടെ അച്ഛനിട്ട പേരാണ്, അച്ഛൻ്റെ പേരാണ്, അല്ലെ വി ഡി സതീശൻ്റെ പേര് പോലുമല്ല. സതീശൻ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പേര്. വി ഡി അച്ഛൻ്റെ പേരാണ്, അച്ഛൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരമാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അത് ഇടണ്ടേ? അപ്പോൾ ഫുൾ നെയിം പറയണ്ടേ? അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആവശ്യമില്ലാത്ത ചില ശ്രീകണ്ഠൻ നായർ എന്നല്ലേ ചാനലിൽ, പിന്നെ 24 ചാനലിൻ്റെ മേധാവിയുടെ പേര്. അപ്പോൾ ശ്രീകണ്ഠൻ നായർ നാളെ മന്ത്രിയായാൽ, അല്ലെ ശ്രീകണ്ഠൻ നായർ മന്ത്രിയായാൽ ശ്രീകണ്ഠൻ നായർ എന്ന് തന്നെ പറയും, വേറൊരു പേര് പറയൂ. അപ്പോൾ ഇത് നമ്മുടെ ഇവിടെ ഉണ്ട്. അപ്പോൾ അത് അങ്ങനെ പേരിലുള്ളത് കൊണ്ട് അതൊരു ജാതി പാലാണ്, പുരോഗമന അല്ല, ജാതി പറഞ്ഞതാണ്, അങ്ങനെയൊന്നുമല്ല. ഇപ്പം ഇടുന്ന പുതിയ കുട്ടികൾക്കൊന്നും അങ്ങനെ പേരിടുന്നില്ലല്ലോ. ഇപ്പം സതീശന് പോലും അങ്ങനെ പേരിട്ടില്ലല്ലോ, സതീശൻ മേനോന്ന് ഇട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അനാവശ്യമായ വിവാദങ്ങൾ, അനാവശ്യമായ തർക്കങ്ങൾ, അനാവശ്യമായ പുലിവാല്, നായർ പിടിച്ച പുലിവാലെന്ന് പറഞ്ഞ പോലെ മേനോൻ പിടിച്ച പുലിവാല് ഒക്കെ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അത് ഒരു നല്ല, പ്രത്യേകിച്ച് ഗവൺമെൻറ് വന്ന്, ഒരു പുതിയ ഗവൺമെൻറ് വന്ന് 2 ദിവസം പോലും ആകും മുമ്പേ ഒന്നുമില്ലെങ്കിൽ പിന്നെ ആ നായരെ പിടിക്കാം, അല്ലെങ്കിൽ മേനോനെ പിടിക്കാം, ജാതിവാലിൽ പിടിക്കാം. പക്ഷെ അതിന് സഹായമായി കോൺഗ്രസിൻ്റെ ഫോൾഡറുകളിൽ നിന്ന് തന്നെ ചില ആളുകൾ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു, ചില ചാനലിൽ വരുന്ന ആളുകൾ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. അതിനെതിരെ കോൺഗ്രസ്സിലെ തന്നെ ചില ആളുകൾ തിരിച്ച് കൗണ്ടർ പോസ്റ്റ് ഇട്ടു. പാസ്പോർട്ടിൻ്റെ കോപ്പി ഫേസ്ബുക്കിൽ കിടപ്പുണ്ട്, സർട്ടിഫിക്കറ്റുകളുടെ കോപ്പി ഫേസ്ബുക്കിൽ കിടക്കുന്നു. അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. കാരണം ഇങ്ങനെ ഒരു വിവാദത്തിൽ കേരളത്തിന് താല്പര്യമില്ല, കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന്. പക്ഷേ ചാനലുകളും സോഷ്യൽ മീഡിയകളും ഇതെല്ലാം കുത്തിപ്പൊക്കി ചുരണ്ടി എടുത്തുകൊണ്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ചർച്ചയ്ക്ക് വെക്കേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മളിത് ചർച്ചയ്ക്ക് വെക്കുന്നത്. ഒരു കാരണവശാലും ആവശ്യമില്ലാത്ത ഒരു പുലിവാലാണ് മേനോൻ പുലിവാല്, ഒരു കാര്യമില്ല. അതുകൊണ്ട് തന്നെ എന്തായാലും കൃത്യമായി ഞാനീ പറഞ്ഞ പോലെ അച്ഛൻ്റെ പേരിനി ഇപ്പം മാറ്റി, ഗസറ്റിൽ മാറ്റി, 80-85 ഇപ്പോൾ കുറേ, എന്തായാലും 62 വയസ്സുകാരനേക്കാൾ മുകളിലാണല്ലോ അച്ഛൻ. ആ അച്ഛൻ്റെ പേരിനി മാറ്റി, ആ പേരിൻ്റെ വാലൊക്കെ വെട്ടണം എന്നൊക്കെ പറഞ്ഞ് അതിന് ഗസറ്റിൽ കൊടുത്ത് മാറ്റണം എന്നൊക്കെ പറയുന്നത് ഇതൊരു അല്പത്തരമാണ്. അതിൻ്റെ കാലം കഴിഞ്ഞു. ഈ കാലഘട്ടത്തിൽ വളരെ കുറഞ്ഞ കുട്ടികൾ മാത്രമാണ് പേരിൻ്റെ കൂടെ ഇത് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആരും ഇതൊന്നും ചെയ്യുന്നില്ല. അത് നോക്കിയിട്ടല്ല, പേരിൻ്റെ വാലിൽ അതുണ്ടോ ഇല്ലേ നോക്കിയിട്ടല്ല ഒരാളിൻ്റെ ജാതി ഒക്കെ. വയലാർ രാമവർമ്മ എത്ര വലിയ വിപ്ലവകാര കവിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജാതി വെച്ചിട്ടാണ് അദ്ദേഹം വിപ്ലവം ചെയ്തത്. EM ശങ്കരൻ നമ്പൂതിരിപ്പാട്, ഹർകിഷൻ സിംഗ് സുർജിത്ത്, നിങ്ങൾ ആലോചിച്ച് നോക്കും. ONV കുറുപ്പ്, എത്ര പേര് നിങ്ങൾ എടുത്തോളൂ. ആ പേരുകളിലെല്ലാം അവരുടെ പ്രവൃത്തി, അവരുടെ ചിന്തകൾ, അവരുടെ ആശയങ്ങൾ, അവരുടെ സ്വപ്നങ്ങൾ, അവർ സമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശം, ഇതാണ് പ്രധാനം. അല്ലാതെ അവരുടെയോ അവരുടെ അച്ഛൻ്റെയോ അപ്പൂപ്പൻ്റെയോ അമ്മൂമ്മയുടെ പേരിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നത് ഒരുതരം വികൃതമായ മാനസികാവസ്ഥയാണ്.